ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാക്കീസ് നെസ്റ്റ്. ഇന്ന് ഞാൻ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇത് നമുക്ക് വീട്ടിൽ എന്തെങ്കിലും ഫങ്ഷൻസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്തും എല്ലാത്തപ്പോഴും വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് ഈ പായസം വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പം ഈ ഒരു പായസം എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ 2 മണിക്കൂർ കുതിർത്തെടുത്തിട്ടുള്ള കടലപ്പരിപ്പാണ് ഇത്. ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കടലപ്പരിപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ കടല ഉണ്ടല്ലോ, കറി വെക്കുന്ന കടല, ആ കടല 5-6 മണിക്കൂർ കുതിർത്തതിന് ശേഷം അതിൻ്റെ തൊലി കളഞ്ഞെടുത്താലും മതി. ഇനി ഈ കടലപ്പരിപ്പ് വേവാനായിട്ട് 1 കപ്പ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സാക്കിയ ശേഷം ഇത് അടുപ്പിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. കടലപ്പരിപ്പ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള അരിപ്പൊടി ഒന്ന് കുഴച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 250 ml കപ്പിൽ 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഇത് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കാം. നമ്മൾ അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, ആ ഒരു അരിപ്പൊടിയാണ് കേട്ടോ ഇത്. ഇനി ഇതിലേക്ക് നന്നായിട്ട് തിളച്ച വെള്ളം ഒഴിച്ച് ഇത് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കാം. നന്നായിട്ട് തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പച്ചവെള്ളം ഒന്നും ഒഴിച്ച് ഇത് കുഴച്ചെടുക്കാൻ പാടില്ല. ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് ഇതൊന്ന് മിക്സാക്കി എടുക്കാം. ഈ ഒരു സമയത്ത് ഇതിന് നല്ല ചൂടായിരിക്കും, കാരണം നമ്മൾ നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ടാണല്ലോ ഇത് കുഴച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ സ്പൂണ് വെച്ച് ഇതൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിനാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. അപ്പം ഞാനിവിടെ ഇത് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂണ് നല്ല ജീരകം പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ പിടി കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇഷ്ടമില്ലാത്തവർ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ആവശ്യമായിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടി ഒന്ന് വെള്ളം ഒഴിച്ച് ഇതൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു അരിപ്പൊടി ഇവിടെ നല്ല തിളച്ച വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് ആറി കിട്ടാൻ വേണ്ടി ഇതൊരു അടപ്പ് വെച്ചൊന്ന് അടച്ചു വെക്കാം. കൈകൊണ്ട് തൊടാൻ പാകത്തിലൊന്ന് ചൂടാറി കിട്ടിയാൽ മതി. അപ്പോഴേക്കും നമ്മൾ വേവാൻ വെച്ചിട്ടുള്ള കടലപ്പരിപ്പ് ഇവിടെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതുപോലെ പാകത്തിന് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം. ഇനി ഈ ഒരു പായസത്തിലേക്ക് വേണ്ടിയിട്ടുള്ള ശർക്കരപ്പാനി റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 4 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഏകദേശം 350 ഗ്രാം ശർക്കരയാണ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് ഇതൊന്ന് മെൽറ്റ് ആവാൻ വേണ്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു ശർക്കരപ്പാനി ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇതിനി ഒരു നൂൽ പരുവമൊന്നും ആവേണ്ട ആവശ്യമില്ല, ഇത്രയും മതി. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫാക്കിയ ശേഷം ഇതിലെ കരടൊക്കെ കളയാൻ വേണ്ടി ഒരു അരിപ്പ് വെച്ച് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം. അപ്പോഴേക്കും അരിപ്പൊടിയുടെ ചൂടൊക്കെ ഇവിടെ ആറിക്കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കൈ വെച്ച് ഇത് നല്ലവണ്ണം ഒന്ന് കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കാം. ഈ ഒരു അരിപ്പൊടിക്ക് പകരമായിട്ട് നമ്മൾ ചോറൊക്കെ വെക്കാൻ എടുക്കുന്ന പൊന്നി അരി ഉണ്ടല്ലോ, ആ ഒരു പൊന്നി അരി ഒരു 5-6 മണിക്കൂർ കുതിർത്തതിന് ശേഷം ഗ്രൈൻഡറിലോ മിക്സിയിലോ ഇട്ട് നല്ലവണ്ണം പേസ്റ്റാക്കി അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ തന്നെ ഈ ഒരു റൈസ് ബോൾസ് ഉണ്ടാക്കിയിട്ട് ഈ ഒരു പായസം ഉണ്ടാക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ അരിപ്പൊടി നല്ല സോഫ്റ്റ് ആക്കി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു വാഴയില ഒന്ന് വാട്ടിയ ശേഷം അതിലേക്ക് നമ്മൾ ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് മാവെടുത്ത് കയ്യിലൊരൽപ്പം ഓയിൽ തടവിയതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കി ഉരുട്ടിയെടുക്കാവുന്നതാണ്. കയ്യിൽ ഒരൽപ്പം ഓയിൽ തടവി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഈ ഒരു ബോൾസ് റെഡിയാക്കി എടുക്കാനും വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ബോൾസ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനും സഹായിക്കും. അപ്പോൾ ഇത് കണ്ടോ, ഞാൻ കയ്യിൽ ഒരൽപ്പം ഓയിൽ തടവി കൊടുത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ബോൾസ് റെഡിയാക്കി എടുക്കാനും വേണ്ടി പറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു മാവ് മുഴുവനായിട്ടും ഇതുപോലെ ബോൾസ് ആക്കി എടുക്കാം. കൂടുതൽ വലുപ്പത്തിലുള്ള ബോൾസ് റെഡിയാക്കാതിരിക്കാവും നല്ലത്. അപ്പോൾ ഇതാ ഈ ഒരു മാവ് മുഴുവനും ഞാനിവിടെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഒരു വലിയ ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ മാവ് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വഴിയെ ആവശ്യമുണ്ട്. അപ്പം ഇനി ഈ ഒരു റൈസ് ബോൾസ് നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ആവിച്ചെമ്പിൽ കുറച്ചധികം വെള്ളം ഒഴിച്ച് നല്ലവണ്ണം തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു വെള്ളം നല്ലവണ്ണം തിളച്ച് അതിൽ നല്ലവണ്ണം ആവി വരുന്ന സമയത്ത് ഈ ഒരു റൈസ് ബോൾസ് നമുക്കിതിലേക്ക് ഇറക്കി വെച്ച് ഈ ഒരു പാത്രം അടച്ച് വെച്ച് 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം.
അപ്പോഴേക്കും നമ്മുടെ ഈ റൈസ് ബോൾസ് നല്ലവണ്ണം കുക്കായിട്ട് കിട്ടും. ഇപ്പോൾ ഇതാ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ അടപ്പൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ റൈസ് ബോൾസ് ഇവിടെ പാകത്തിന് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും മാറ്റിയ ശേഷം അടുത്ത ബാച്ചും കൂടി ഇതുപോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മുഴുവൻ പിടിയും ഇതുപോലെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതുപോലെ നല്ലവണ്ണം കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം അടുപ്പിലേക്ക് വെച്ച് പാത്രം നല്ലവണ്ണം ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു നെയ്യ് നല്ലവണ്ണം ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരല്പം കാഷ്യൂ ഇതുപോലെ സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. കാഷ്യൂ ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആവുന്നത് വരെ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതാ കാഷ്യൂവിൻ്റെ കളർ നല്ലവണ്ണം ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കിസ്മിസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കിസ്മിസും കൂടി ഒന്ന് ഫ്രൈ ആയി കിട്ടുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. അറിയാലോ, നമ്മുടെ കിസ്മിസ് എണ്ണയിൽ ഇടുന്ന സമയത്ത് തന്നെ അത് വീർത്ത് വരാൻ തുടങ്ങും. അപ്പോൾ ഇതാ നമ്മുടെ കിസ്മിസ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ ഇതാ കാഷ്യൂം കിസ്മിസൊക്കെ ഞാനിൽ നിന്നും കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പിടി ഉണ്ടല്ലോ, അത് നമുക്ക് ഇത് പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതാ ഇതിവിടെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കടലപ്പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതും കൂടി നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കാം. നേന്ത്രപ്പഴത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇതിലേക്ക് ഈ ഒരു സമയത്ത് ഒരു നേന്ത്രപ്പഴം നെയ്യിൽ വാട്ടിയ ശേഷം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി ഒരു അരിപ്പ വെച്ച് അരിച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കാം. ഈ ഒരു പിടിയിലേക്കും കടലപ്പരിപ്പിലേക്കും മധുരം നല്ലവണ്ണം പിടിച്ച് കിട്ടാൻ വേണ്ടി ഇത് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഇത് നല്ലവണ്ണം തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു തേങ്ങയുടെ 2ാം പാല് ഒഴിച്ചു കൊടുക്കാം. ഇത് ഏകദേശം 2.5 കപ്പ് 2ാം പാലാണ് ഉണ്ടാവുക. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഈ പാത്രം അടച്ച് വെച്ച് ഇത് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു പായസം ഇവിടെ തിളക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പം ഈ ഒരു പായസം ഇവിടെ ലൂസായിട്ടാണ് ഉള്ളത്. ഇനി ഇത് കുറച്ചൊന്ന് തിക്കാക്കി എടുക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന അരിമാവ് ഉണ്ടല്ലോ, അതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കാം. ഒട്ടും കട്ടകളില്ലാതെ നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതാ അരിമാവ് ഇവിടെ നല്ലവണ്ണം കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പായസത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഈ ഒരു അരിമാവ് നല്ലവണ്ണം കുക്കായി വരുന്നത് വരെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് നമ്മുടെ ഫ്ലെയിം ഒന്ന് ലോയിലേക്ക് ആക്കി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ ഇത് തിളക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചതും 1 ടീസ്പൂണ് ഏലക്കായ പൊടിച്ചതും മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഇത് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ പായസം ഇവിടെ ഏകദേശം റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങയുടെ 1ാം പാല് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഈ 1ാം പാല് ചേർത്തതിന് ശേഷം കൂടുതൽ തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് തിള വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം.
അപ്പോൾ ഇതാ ഇതിവിടെ ചെറുതായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂം കിസ്മിസും ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ പായസം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഈ ഒരു തിക്നെസ്സിലാണ് നമ്മുടെ പായസം ഉണ്ടാവുക. കുറച്ചുകൂടി ചൂടാറി വരുന്ന സമയത്ത് ഇത് കുറച്ചുകൂടി ഒന്ന് തിക്കായി കിട്ടും. ഇനി കൂടുതൽ തിക്നെസ് ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് ഇതൊന്ന് ലൂസാക്കി കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊരു സെർവിങ് ബൗളിലോട്ടേക്ക് സെർവ് ചെയ്യാം. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഈ ഒരു പിടിപ്പായസം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഫങ്ഷൻസ് ഒക്കെ ഉണ്ടാവുന്ന സമയത്തും അല്ലാത്തപ്പോഴും ഒരു മധുരമൊക്കെ കഴിക്കണം എന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് അരിപ്പൊടിയൊക്കെ വീട്ടിൽ ഉണ്ടാവുകയാണെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പായസമാണിത്. പിടി ഉരുട്ടിയെടുക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഇതിനുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനും വേണ്ടി പറ്റും. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പായസത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഈ വീഡിയോക്ക് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക. ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ജാക്കീസ് നെസ്റ്റ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അതുപോലെ തന്നെ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കാനും മറക്കരുതേ. അപ്പോൾ മറ്റൊരു വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.